ഭൂതം പ്രേതത്തിന്റെ ഒക്കെ പുറകെ വന്നിട്ട് ഇത് ചെയ്തിട്ട് ആൾക്കാർക്ക് വിടത്തില്ലേ. ഈ ചെയ്തിട്ട് വിട്ട് കഴിയുമ്പം വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ പിന്നെ ഈ ആള് ചെയ്തതിന് അത് യാതൊരു ഫലമില്ലാത്തത്. എൻ്റെ അടുക്ക ഏകദേശം ഇപ്പം ഞാൻ ഏകദേശം ഒരു 50-55 കുട്ടികൾക്ക് വേണ്ടി തന്നെ, 55 അല്ല അതിൽ കൂടുതൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിലാണ് എനിക്ക് ഭാരത സർക്കാരിൻ്റെ BSSന്റെ നാഷണൽ അവാർഡ് കിട്ടിയത്. നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ആക്സസിൽ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല, ഡിറ്റാച്ച്മെന്റ് തന്നെ. നമ്മൾ അതുപോലെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിലൂടെ എന്ന് വെച്ചാൽ ആരും മോശക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടാത്ത വ്യക്തിബന്ധങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറ്റപ്പെടും. നമ്മള് ഈ സ്റ്റോറി ടെല്ലേഴ്സിനെ നോക്കിയാൽ മതി, ഏത് ഇതാണെങ്കിലും ഇപ്പോൾ അത്രയും റീച്ച് ആവുന്ന വീഡിയോകള് കഥകളുമായി ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ചാൽ നമ്മൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് അപ്രോച്ച് ചെയ്താലേ അത് എത്രത്തോളം വർക്ക് നമ്മൾ കുറച്ച് നാൾ ഓടിപ്പോവും, പിന്നെ നമ്മൾ താഴെ പോകും. നേരെ മറിച്ച് നമ്മളൊരു സാധാരണ വ്യക്തി, മറ്റൊരു നമ്മുടെ അടുക്ക വരുന്ന ക്ലയൻസുകളാണ് വലുതെന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് എൻ്റർലി ഡിഫറെന്റ്. ശരിയല്ലേ? ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ആണ്, ഓരോരുത്തർക്കും ഓരോ ബിസിനസ് സ്ട്രാറ്റജി ആണല്ലോ. സാറിന്റെ ഒരു പാറ്റേൺ വ്യത്യസ്തമാണ്. ഇപ്പം ഇവിടെ വരുന്ന ചില ആളുകളെല്ലാം അതിനകത്തേക്ക് ഭൂതവും പ്രേതവും കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ആളുകൾ അവരേക്ക് വിളിക്കും, കോൾ വരും, ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും. ഒരു സയന്റിഫിക് വേ ആകുമ്പോൾ വരുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും, പക്ഷെ അത് മറ്റു തലത്തിലുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ജെന്യുവൻ ആയിരിക്കും അങ്ങനെ വരുന്നവര്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പം മറ്റേ വരുന്ന ആളുകള് പ്രേതം ഭൂതം അങ്ങനെ വരുന്ന ആളുകളായിരിക്കും. ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ കുറച്ചുകൂടി ഒരു ഹൈ ലെവലില് അതെന്താണ് എന്ന് അറിയാൻ വേണ്ടി വരുന്ന. പക്ഷെ ഇതിനകത്ത് വേറെ കുഴപ്പമുണ്ട്. ഈ ഭൂതം പ്രേതത്തിന്റെ ഒക്കെ പുറകെ വന്നിട്ട് ഇത് ചെയ്തിട്ട് ആൾക്കാർക്ക് വിടത്തില്ലേ. ഈ ചെയ്തിട്ട് വിട്ട് കഴിയുമ്പം 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇവർക്ക് വീണ്ടും ഒരു ടെൻഡൻസി തോന്നുവാണ്, ഇതിങ്ങനെ ഉണ്ടെന്ന് വീണ്ടും തോന്നും, പിന്നെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് വരും. അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ പിന്നെ ഈ ആള് ചെയ്തതിന് അത് യാതൊരു ഫലമില്ലാത്ത പോകും. അങ്ങനെയാണ് പല ജ്യോത്സ്യന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് ഈ പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന കുറേ വ്യക്തികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അവരെ കാണാം, അവർ വാനിഷായിപ്പോവും. ഈ സിസ്റ്റത്തിൽ നിന്ന് വാനിഷായിപ്പോവും. അവർ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. സാർ, ഈ കുട്ടികൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സ്ട്രെസ് ലെവലാണ്. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ലഹരിയുടെ മറ്റൊരു കൂട്ടത്തിലേക്ക് വഴിതെറ്റി പോകുന്നു എന്നുള്ള വീട്ടുകാരുടെ പേടി. അപ്പൊ ഇങ്ങനെ നിലനിൽക്കുന്നൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുട്ടികൾക്ക് ആക്സസ് ബാർ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും? തീർച്ചയായിട്ടും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മളിപ്പം ആക്സസിൽ തന്നെ നമ്മൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അതായത് പേരൻസ് പഠിച്ചതിന് ശേഷം കുട്ടികളെ കൊണ്ട് പഠിക്കാൻ വരുന്നുണ്ട്. ഈ 14 വയസ്സിന് ശേഷമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അതായത് സ്റ്റഡി മെറ്റീരിയലും പിന്നെ വെന്യൂ എക്സ്പെൻസസിന് മാത്രം പൈസ നമ്മൾ മേടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ഇത് നമ്മൾ ആക്സസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യം ശ്രദ്ധിച്ച് കുട്ടികൾ വരുന്ന ഫസ്റ്റ് സ്ട്രെസ് ഫ്രം ഹോം, അച്ഛനും അമ്മയുമാണ്. രണ്ടാമെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സുമാരുടെ നോട്ട് പ്രിപ്പറേഷൻ ഇത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, സോഷ്യൽ ഇൻഫ്ലുവൻസസ്. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ പീപ്പിൾസ്. ദെൻ അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ്, അത് ഇത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന പ്രഷറുകൾ, ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഈ 2 പ്രഷറുകളെ നിലനിർത്താൻ, അതായത് അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവർ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷനെ ഇവർ ആശ്രയിക്കും. അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അതായത് ഏകദേശം ഒരു 8-10 മാസം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇത്രയും നാളും ഡ്രഗ്സിൻ്റെ ഇത്രയും ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു. അന്ന് ഞാൻ അഞ്ജന വ്ളോഗ്സിൽ ഞാനൊരു ഇൻ്റർവ്യൂ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തതാണ്. കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ ഇങ്ങനെ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ വിജിലൻ്റ് ആകണമെന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂ നടത്തിയ. പക്ഷെ നമ്മുടെ ആ ഇൻ്റർവ്യൂസിനകത്ത് ഈ പറയുന്ന വലിയ ആൾക്കാർ കണ്ടു, കുറച്ച് പേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഈ 10 മാസം കഴിഞ്ഞപ്പം കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കുട്ടികളെല്ലാം അതിനൊരു അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഈ വ്യക്തികളെ പല സാഹചര്യങ്ങളിലും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും കൊടുക്കുന്ന പ്രഷറുകൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ വ്യക്തികളെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവരുടെ മൈൻഡ് മാറി ചിന്തിക്കാൻ തുടങ്ങും.
അപ്പോൾ അങ്ങനെ മൈൻഡ് മാറി ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഇവരുടെ സ്കില്ല്, ആക്ച്വൽ സ്കില്ല്, അവരുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐഡിയകൾ, അവർ സൃഷ്ടിപരമായി ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവുകളെല്ലാം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കാര്യം അവരുടെ ബ്രെയിൻ സെൽസിനെ അവരുടെ ഡീആക്ടിവിറ്റി, അതായത് കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ തന്നെ അതായത് നമ്മൾ എന്ത് കഴിച്ചാലും കെമിക്കൽ പ്രോസസ്സാണല്ലോ നമ്മുടെ ശരീരത്തിൽ നടത്തുന്നത്. അപ്പോൾ ഈ കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ സ്കില്ലുകൾ വളരെ വളരെ ഡൗൺ ആകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഡൗൺ ആയി തുടങ്ങുമ്പം ഇവരുടെ കപ്പാസിറ്റി വിൽ ബി റെഡ്യൂസസ് എന്നാണ്. അത് പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മൾ ഫുള്ള് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യിലാണ് കുട്ടികൾ ഇരിക്കുന്നത്. അവരെന്ത് പറയുന്നു, അവരെന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് കുട്ടികളും മാറുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജികൾ മാറ്റപ്പെടുന്നുണ്ട്. അത് ഒരു വിപത്തായിട്ട് സംഭവിക്കും. ഇത് ഉഗ്ര ചോദ്യമാണ്. എൻ്റെ അടുക്ക ഏകദേശം ഇപ്പം ഞാൻ ഏകദേശം ഒരു 50-55 കുട്ടികൾക്ക് വേണ്ടി തന്നെ, 55 അതിൽ കൂടുതൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിനിതിലാണ് എനിക്ക് ഭാരത സർക്കാരിൻ്റെ BSSന്റെ നാഷണൽ അവാർഡ് കിട്ടിയത്. അത് ഈ കുട്ടികളുടെ ഈ മൊബൈൽ അഡിക്ഷൻ്റെ സംഭവത്തിനകത്ത് നമ്മളിതിവിടെ ഹീൽ ചെയ്തതിന് ശേഷം ഇപ്പം ഏകദേശം ഞാനൊരു സ്കൂളിന് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയായിരുന്നു ഒരു വർഷം മുമ്പ്. ഏകദേശം ഒരു 10-25 പിള്ളേർക്ക് വേണ്ടി അവിടെ ഹീലിംഗ് പ്രോസസ്സ് നടത്തി. എല്ലാ മാസത്തിലെ എല്ലാ സൺഡേകളിലും, 10ാം ക്ലാസ് പഠിക്കുക എല്ലാ സൺഡേകളിലും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, ഇതുപോലെ ഹീൽ ചെയ്യാൻ പോകുമായിരുന്നു. അതായത് ഇന്ന് ഫേമസ് ആയിട്ടുള്ളൊരു എഴുത്തുകാരിയുണ്ട്, സുധാചന്ദ്രൻ എന്ന. അത് ആ പുള്ളിക്കാരത്തിയുടെ കെയർ ഓഫിലാണ് ഞാൻ ഇവരെ സ്കൂളിൽ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ ക്ലൈൻ്റായിട്ട് വന്നാൽ, അപ്പോൾ എന്നോട് ഞാൻ ഇങ്ങനെ നമുക്കത് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ചെയ്തു. എൻ്റെ അടുക്കെ അതായത് പുള്ളിക്കാരത്തി ജസ്റ്റ് ഒരു റേക്കി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരത്തി പിന്നെ യൂട്യൂബ് വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എഴുത്തുകാരിയാണ്, നല്ല എഴുത്തുകാരിയാണ്. അതിനുശേഷം എൻ്റെ ഇടയ്ക്ക് വന്നു ഇതുപോലെ ഹീലെടുത്തു. അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെല്ലാം ഞാൻ കൊടുത്തതിന് ശേഷം ഇന്ന് അത്യാവശ്യം പുള്ളിക്കാരത്തി ഒരു ഇൻഫ്ലുവൻസറാണ്. കുട്ടികളുടെ ജീവിത വിജയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നൊരു ആ മാഡത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഇതുപോലെ കുട്ടികൾക്ക് ചെയ്തത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ പഠിക്കുന്ന പിള്ളേർക്ക് എപ്പോഴും മൊബൈലിനോട് ഭയങ്കര അഡിക്ഷൻ ആണല്ലോ. ഈ ആക്സസ് ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വീട്ടിൽ ഒന്നെങ്കിൽ വീട്ടിൽ അച്ഛനോ അമ്മയോ, അതല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സോ, അപ്പം നമ്മൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആരെങ്കിലും പഠിച്ചിട്ട് കുട്ടികൾക്ക് ഒരു 20 മിനിറ്റ് ഡെയിലി ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നോ പറയേണ്ടിടത്ത് അവർ നോ പറയും. അതായത് അവരെപ്പോഴും പ്രസൻ്റ് ആയിരിക്കും. ആരോടും നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ആക്സസിൽ ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ല, ഡിറ്റാച്ച്മെൻ്റ് എന്ന്. നമ്മൾ അതുപോലെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിലൂടെ, എന്ന് വെച്ചാൽ ആരും മോശക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടാത്ത വ്യക്തിബന്ധങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറ്റപ്പെടും. അത് നമ്മുടെ കേരളത്തിൽ ഇത് ഫേമസ് അല്ല, പക്ഷേ വെളി രാജ്യങ്ങളിൽ സൗദിയിലെ ഭരണാധികാരികൾ ഉൾപ്പെടെ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ അവരുടെ പഠനം അത് മികച്ചതാക്കാൻ ആക്സസ് ബാർ എങ്ങനെയാണ് സഹായിക്കുന്നത്? അത് അവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അതായത് വെച്ചാൽ നമ്മൾ സമയബന്ധിതമായിട്ടെല്ലാം ചെയ്യാന്ന് പറയത്തില്ലേ. ചിലർ കണ്ടില്ലേ, ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലേ? സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റേ യൂസ് ചെയ്യാറുള്ളൂ. സ്മാർട്ട് വർക്ക് ചെയ്യുന്നവൻ 12 മണിക്കൂറും പണിയെടുക്കും, പക്ഷെ റിസൾട്ട് ഇല്ല. ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താമെന്നുള്ളതാണ്. സമയബന്ധിതമായിട്ട് നമുക്ക് എങ്ങനെ തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്സസ് കറക്റ്റുമായിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അതായത് മൈൻഡ് ദെൻ തലച്ചോറിൻ്റെ പ്രവർത്തനം, ഹാർട്ട് പ്രവർത്തനം, ബ്രെയിൻ ആൻഡ് ഹാർട്ട്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളിലുള്ള നെർവസ് സെൽസിനകത്ത് കെമിക്കൽ എനർജി ക്രിയേറ്റഡ് ആവുന്നതാണ്. ഈ കെമിക്കൽ എനർജി ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഡോക്ടർമാർ പറഞ്ഞതാണ്. അതായത് വേൾഡിലെ നമ്പർ 1 ന്യൂറോ സർജനും ന്യൂറോ സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ലോകത്തിലെ നമ്പർ 1 ഫിസിഷ്യനും ദെൻ ബയോളജിസ്റ്റുകളും പറഞ്ഞതാണ് ആക്സസിൻ്റെ ബെനിഫിറ്റ്. അതായത് ഇത്രയ്ക്കും സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ആക്സസ്. ഇത് എന്തുകൊണ്ടാണ് എന്നിട്ടും ആളുകളുടെ ഇടയിലേക്ക് എത്താത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും നമ്മളല്ല മനുഷ്യനല്ലേ, എല്ലാവർക്കും ആദ്യമേ ഒരു സംശയം വരികയല്ലേ. എനിക്കും അതുണ്ടായതാ. ഞാൻ ആദ്യം 1 മാസം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു കാരണം ഒരുപാട് പൈസയെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ
അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കും. എനിക്കൊരു കുട്ടി വന്നായിരുന്നു. അതായത് കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഫാദർ എൻ്റെ എല്ലാ ക്ലാസ്സിനും പുള്ളി വരും, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യത്തില്ല. ആ മോൻ്റെ പ്രശ്നം എന്തായിരുന്നു അറിയാവോ? ഒരു വർഷം ഒരു സ്കൂളിലേ പഠിക്കത്തുള്ളൂ. ഇവർ സ്കൂൾ മാറ്റി മടുത്തു. കാരണം വെച്ചാൽ നല്ലവണ്ണം പഠിക്കുന്ന പയ്യനാണ്, പക്ഷെങ്കിൽ ഇവൻ ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നതാണ്. ഇപ്പം അവർ ഫാദറും മദറും എൻ്റെ അടുക്ക് വന്ന് എക്സസ് പഠിച്ചു. മോന് കൃത്യമായി ചെയ്യുന്നു, പുള്ളിക്കാരൻ ബിസിനസ് ചെയ്യുന്നു, പുള്ളിക്കാരൻ്റെ ബിസിനസ് സക്സസ് ആയി പോകുന്നു, മോൻ ഹാപ്പിയാണ്. എൻ്റെ ക്ലാസ്സിൽ വരുന്ന വ്യക്തികൾക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. ഈ ഇദ്ദേഹം എല്ലാ ക്ലാസ്സിലും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരുപാട് പേർക്ക് സാർ ഇനിയും അറിവ് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. അവരുടെയൊക്കെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇതൊരു കാരണമാകട്ടെ. ഒരുപാട് നന്ദി. താങ്ക് യു.